2002 നവംബർ 18 മലപ്പുറത്താണ് അക്ഷയ സെന്റർ ആരംഭിച്ചത്. സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിൽ ജനങ്ങൾക്ക് എത്തിക്കാനാണ് പദ്ധതി ആവിഷ്കരിച്ചത്. AK ആന്റണി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. സർക്കാർ മേഖലയിൽ ഇത്തരമൊരു സേവന കേന്ദ്രത്തിന്റെ സാധ്യത അന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. 23 വർഷങ്ങൾക്കിപ്പുറം എല്ലാ സാധാരണക്കാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രമായി മാറുന്നു അക്ഷയ. 3000-നടുത്ത് അക്ഷയ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്തൊട്ടാകെ ഉള്ളത്. ഇതിൽ ഭൂരിഭാഗം കേന്ദ്രങ്ങളുടെയും സാരഥ്യം സ്ത്രീകൾക്കാണെന്നതും പ്രത്യേകത. അപ്പോൾ 2025 ആയപ്പോൾ ഞങ്ങൾ 23rd സെലിബ്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ വർഷവും 2 ആൾക്കാരെ കണ്ടെത്തി ആ 2 പേർക്കും ഞങ്ങളുടെ നാളത്തെ സർവീസ് ചാർജ്, അതുപോലെ സ്റ്റാഫ് അവരുടെ കോൺട്രിബ്യൂഷൻ അന്നേ ദിവസം വൈകുന്നേരം നമ്മൾ ആ ഒരു സർവീസ് ചാർജ് ആ 2 കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും. സേവന മേഖലയിൽ 23 വർഷം പിന്നിടുമ്പോൾ അക്ഷയ സംരംഭകർക്ക് ചില പരാതികളുമുണ്ട്. 2018 റേറ്റ് ചാർട്ട് വർദ്ധിപ്പിച്ചതൊക്കെ. അപ്പോൾ അതിനുശേഷം ഇതുവരെ ഒരു വർധനവും ഉണ്ടായിട്ടില്ല. ഈ ഒരു സെൻറ്റർ തന്നെ 15,000 റുപ്പീസാണ് ഇവിടുത്തെ റെൻറ്റ്. ഒരു 10,000 റുപ്പീസോളം കറണ്ട് ചാർജ് വരുന്നുണ്ട്. 9 സ്റ്റാഫുണ്ട്. അപ്പം പേപ്പർ, അതിൻ്റെ എക്സ്പെൻസസ്. അപ്പോൾ ഈ ഒരു ചിലവുകൾ ഈ പറയുന്ന സേവന നിരക്കിൽ നിന്നും മീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം ഞങ്ങൾ ഫേസ് ചെയ്യുന്നത്. സർക്കാർ ഓഫീസുകളിൽ ചെയ്യേണ്ടതും അല്ലാത്തതുമായ പല സേവനങ്ങളും ഇപ്പോൾ അക്ഷയയിൽ ലഭ്യമാണ്.